ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കം. ശ്രീ പ്രഭ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത്തിരി ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് മാറിപ്പോയാൽ അക്രമ സമരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കിട്ടാവുന്ന ഒരു സന്ദർഭവും ഒഴിവാക്കാതെ തൊഴിലാളി സംഘടനകളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ. അവർ പറയുന്നത് കേട്ട് നിലപാട് സ്വീകരിക്കാൻ പാടില്ല, സ്വീകരിച്ചു പോകരുത്, ഒരാപത്താണ്. ഈ വ്യത്യാസം ആന്റണി ഗവൺമെൻറ്റും നേരത്തെ ഉണ്ടായിരുന്ന നരസിംഹറാവു നേതൃത്വം നൽകിയ കേന്ദ്ര ഗവൺമെൻറ്റും രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റും ചെയ്തതുപോലെയാണോ ചെയ്യേണ്ടത്? അതല്ല. കേരളത്തിൽ അടച്ചുപൂട്ടിയ കേരള സോപ്പ് വീണ്ടും തുറന്നു. 2006 LDF ഗവൺമെൻറ് തിരുവണ്ണൂർ കോട്ടൺ മിൽ കോഴിക്കോട് വീണ്ടും തുറന്നു. കെൽട്രോൺ കോംപ്ലക്സ് അടച്ചുപൂട്ടിയത് റദ്ദ് ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തി. ഇപ്പോൾ BJP ഗവൺമെൻറ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പേപ്പർ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര പൊതുമേഖലാ കമ്പനി ഉണ്ടായിരുന്നു, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. വലിയ കമ്പനിയായിരുന്നു. അതിന് ആസാമിൽ യൂണിറ്റ് ഉണ്ടായിരുന്നു, കേരളത്തിൽ യൂണിറ്റ് ഉണ്ടായിരുന്നു, വേറെ മഹാരാഷ്ട്ര എവിടെയും കണ്ടൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. പത്രക്കടലാസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്, മരത്തിൽ നിന്ന്. അതിൻ്റെ ഒരു യൂണിറ്റാണ് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി. അടച്ചുപൂട്ടി. 720 ഏക്കർ ഭൂമിയും കമ്പനിയും വിൽക്കാൻ തീരുമാനിച്ചു. ആർക്ക്? റിയൽ എസ്റ്റേറ്റുകാർ. ശക്തമായ എതിർത്തു കേരള ഗവൺമെൻറ്റും ട്രേഡ് യൂണിയനുകളും. നമ്മുടെ സംഘടന INDUC ചേർന്നു സമരം ചെയ്തു. 1 ഇഞ്ച് ഭൂമിയിൽ വെളിയിൽ നിന്ന് ഒരാളെയും പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK ബാലൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA സ്വാഗതം പറഞ്ഞു. AK ബാലൻ അധ്യക്ഷനായി. KP സുദീപൻ രക്തസാക്ഷി പ്രമേയവും അരുൺ കൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T ബൈജു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ V സഞ്ജീവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഫെസ്റ്റോ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് കൺവീനർ V ശ്രീകുമാർ, AV സജു എന്നിവർ സംസാരിച്ചു. കേരള പൂരക്കളി അക്കാദമി കൊഴുമലിൻ്റെ പൂരക്കളി, ഗായകൻ അലോഷിയുടെ ഗസൽ സന്ധ്യ എന്നിവയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. You will never see. My goodness gracious me. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.